എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്നുള്ളതും കണ്ടിന്യൂസ് ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ പാർഷ്യൽ ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ് ചർച്ച ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ എപ്പോഴൊക്കെ കുട്ടി ഡിസ്പ്ലേ ചെയ്യുന്നു, അതായത് നമ്മൾ ഷേപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ എക്സ്പെക്ടഡ് ബിഹേവിയർ എപ്പോഴൊക്കെ കുട്ടി കാണിക്കുന്നുണ്ടോ, ഡിസ്പ്ലേ ചെയ്യുന്നു, ആ സമയത്തെല്ലാം നമ്മൾ റീഇൻഫോഴ്സ് ചെയ്തു പോകുന്നതാണ് കണ്ടിന്യൂസ് ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പറഞ്ഞത്. പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റീഇൻഫോഴ്സ് ചെയ്യുന്നില്ല. ഒക്കേഷണലി മാത്രമേ ഷേപ്പ് ചെയ്യേണ്ട ബിഹേവിയേഴ്സ് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഒക്കേഷണലി മാത്രം റീഇൻഫോഴ്സ് ചെയ്യുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് എക്സ്റ്റെൻഡ് ആവത്തില്ല. അതായത് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് സ്റ്റോപ്പ് ചെയ്താലും പെട്ടെന്ന് തന്നെ ബിഹേവിയർ സ്റ്റോപ്പ് ആവത്തില്ല. ഓക്കെ, ഇതാണ് പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് 4 കോമ്പിനേഷനിലാണ് പറയുന്നത്. ഓക്കെ, ഒക്കേഷണലി മാത്രമേ, ചില ഒക്കേഷൻസിൽ മാത്രം നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നു എന്ന് പറയും. ദാറ്റ് ഇസ് പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ്. പക്ഷെ അത് ഏതൊക്കെ ഒക്കേഷൻ ആണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ 4 കോമ്പിനേഷനിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഫിക്സഡ് ഇന്റർവൽ, ഫിക്സഡ് റേഷ്യോ, വേരിയബിൾ ഇന്റർവൽ, വേരിയബിൾ റേഷ്യോ, ഇങ്ങനെ 4 കോമ്പിനേഷനിലാണ് പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഫിക്സഡ് ഇന്റർവൽ, ഫിക്സഡ് റേഷ്യോ, വേരിയബിൾ ഇന്റർവൽ, വേരിയബിൾ റേഷ്യോ. അപ്പൊ ഇതിൽ ആദ്യത്തെ 2 എണ്ണം നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ലാസ്റ്റ് 2 എണ്ണം നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് പരിചയപ്പെടാം. ഇല്ലെന്നുണ്ടെങ്കിൽ കൺഫ്യൂസിങ് ആയി പോകും. ഓക്കെ, ഈ ഫിക്സഡ് ഇന്റർവൽ എന്ന് പറയുന്നത് സംഗതി എന്താണ്? പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് എന്താണ്? നമ്മൾ ഒക്കേഷണലി മാത്രമേ റീഇൻഫോഴ്സ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് എങ്ങനെയെന്നുള്ളതാണ് ഈ 4 രീതിയിലാണ്. അപ്പൊ ആദ്യത്തെ ഫിക്സഡ് ഇന്റർവൽ എന്ന് പറയുന്നത് ഒരു പ്രഡിക്റ്റബിൾ എമൗണ്ട് ഓഫ് ടൈം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ ബിഹേവിയർ റീഇൻഫോഴ്സ് ചെയ്യുള്ളൂ. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു 6 to 8 ഫുഡ് കഴിച്ച് പ്ലേറ്റ് ടൈമും എല്ലാം കഴിഞ്ഞ് എല്ലാം ഫ്രഷായി എല്ലാം ഓക്കെ ആയതിനു ശേഷം റെസ്റ്റിംഗ് ടൈമും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 6 to 8 അല്ലെങ്കിൽ ഒരു 7 to 9 സ്കൂളിലെ പാഠഭാഗങ്ങളെല്ലാം അന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങളെല്ലാം ഇരുന്ന് പഠിച്ച് റിവിഷൻ ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്തു, ഹോംവർക്സ് ഉണ്ടെങ്കിൽ അതും ചെയ്ത് ഈ 6 to 8 അല്ലെങ്കിൽ 7 to 9 ഈ ഒരു പ്രഡിക്റ്റബിൾ എമൗണ്ട് ഓഫ് ടൈം ആണ്. ഈ സമയം ഈ ബിഹേവിയർ ചെയ്താൽ മാത്രമേ, ഈ ചെയ്യേണ്ട കാര്യം ഇത് ചെയ്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കത്തുള്ളൂ, കുട്ടിക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുള്ളൂ. ഓക്കെ, അതും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ കുട്ടിക്ക് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടി പാലിക്കേണ്ടതായിട്ടുള്ള ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഹാബിറ്റ്സ് നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ മൺഡേ ടു ഫ്രൈഡേ ഇത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ സാറ്റർഡേ മോർണിംഗിൽ കുട്ടിയുടെ ഫേവറേറ്റ് കാർട്ടൂൺ കാണാനായിട്ട് നമ്മൾ അനുവദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊരു പ്രഡിക്റ്റബിൾ എമൗണ്ട് ഓഫ് ടൈം ആണ്. ആ പ്രഡിക്റ്റബിൾ എമൗണ്ട് ഓഫ് ടൈമിൽ കുട്ടി നമ്മൾ ഷേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആ എക്സ്പെക്ടഡ് ബിഹേവിയർ കുട്ടി പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്താൽ മാത്രമേ നമ്മൾ കുട്ടിക്ക് അവിടെ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതാണ് ഫിക്സഡ് ഇന്റർവൽ. ഇനി ഫിക്സഡ് റേഷ്യോ എന്ന് പറയുന്നത് അവിടെ എമൗണ്ട് ഓഫ് ടൈം അല്ല, മറിച്ച് ഒരു അൺചേഞ്ചിങ് നമ്പർ ഓഫ് റെസ്പോൺസസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, അത് നമുക്ക് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഒരു 3 മാത്സ് പ്രോബ്ലം ചെയ്താൽ മാത്രമേ, ഡെയിലി ഒരു 3 മാത്സ് പ്രോബ്ലം എങ്കിലും സോൾവ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ റീഇൻഫോഴ്സ്മെന്റ് കിട്ടുള്ളൂ. അപ്പൊ അവിടെ 3 പ്രാവശ്യം ചെയ്യാൻ നമ്പർ ഓഫ് റെസ്പോൺസസ് ആണ്. ഇങ്ങനെ ഇതാണ് ഫിക്സഡ് ഇന്റർവെല്ലും ഫിക്സഡ് റേഷ്യോയും തമ്മിലുള്ള വ്യത്യാസം. ഫിക്സഡ് ഇന്റർവെല്ലിൽ നമ്മൾ ഒരു എമൗണ്ട് ഓഫ് ടൈം ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു പ്രഡിക്റ്റബിൾ എമൗണ്ട് ഓഫ് ടൈം, ഇത്ര സമയം, അല്ലെങ്കിൽ ദിവസമാണെങ്കിൽ ഇത്ര ദിവസം, അല്ലെങ്കിൽ ഇത്ര സമയം വരെ. അപ്പോൾ പ്രഡിക്റ്റബിൾ എമൗണ്ട് ഓഫ് സമയത്ത്, ആ പ്രഡിക്റ്റബിൾ എമൗണ്ട് ഓഫ് ടൈമിനുള്ളിൽ കുട്ടി ആ ബിഹേവിയർ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും.
ഫിക്സഡ് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ടൈം അല്ല, മറിച്ച് അൺചേഞ്ചിങ് റെസ്പോൺസ് ആണ്. ഒരു പെർട്ടിക്കുലർ എന്താണ് അൺചേഞ്ചിങ് നമ്പർ ഓഫ് റെസ്പോൺസ്. ഇപ്പൊ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു 4 പ്രോബ്ലംസ് നീ സോൾവ് ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ നീ ഇന്ന് വന്നിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഒരു 4 സബ്ജക്റ്റ് എങ്കിലും നീ പഠിച്ചിരിക്കണം. ആ 4 സബ്ജക്റ്റ് പഠിച്ചാൽ ഒരു 4 സബ്ജക്റ്റ് കംപ്ലീറ്റ് ഇന്നത്തെ പോർഷൻസ് കവർ ചെയ്താലേ 4 സബ്ജക്റ്റ് കവർ ചെയ്താലേ നിനക്ക് ഉള്ളൂ. അല്ലാതെ ഒരു ഇപ്പൊ 6 to 7 എന്ന് പറഞ്ഞ അല്ലെങ്കിൽ 7 to 9 എന്ന് പറഞ്ഞ ടൈം പീരീഡ് ആയിക്കോട്ടെ, സമയം അതായിക്കോട്ടെ, പക്ഷേ ഈ സമയത്തിനുള്ളിൽ നീ 4 സബ്ജക്റ്റ് കവർ ചെയ്താൽ മാത്രമേ എന്തുള്ളൂ നിനക്ക് റീഇൻഫോഴ്സ്മെന്റ് ഉള്ളൂ. ഓക്കെ, സോ ഫിക്സഡ് ഇന്റർവൽ ഇസ് എ പ്രിഡിക്റ്റബിൾ എമൗണ്ട് ഓഫ് ടൈമിൽ എക്സ്പെക്ടഡ് ബിഹേവിയർ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ്. ഫിക്സഡ് റേഷ്യോ ഇറ്റ്സ് നോട്ട് ടൈം ബട്ട് ഒരു അൺചേഞ്ചിങ് നമ്പർ ഓഫ് റെസ്പോൺസസ് ആണ് നമ്മൾ അവിടെ നോക്കുന്നത്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ്. അതിൽ 4 കോമ്പിനേഷൻ ആണ് വരുന്നത്. പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് ഈസ് റീഇൻഫോഴ്സിങ് ഓൺലി ഒക്കേഷണലി. എങ്ങനെയാണ് ഒക്കേഷണലി എന്നുള്ളതാണ് ഈ 4 കോമ്പിനേഷനിൽ പറയുന്നത്. ആദ്യത്തെ 2 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്, ഫിക്സഡ് ഇന്റർവൽ ആൻഡ് ഫിക്സഡ് റേഷ്യോ. ഓക്കെ, സോ ആൻഡ് മറ്റേത് 2 വേരിയബിൾ ഇന്റർവെല്ലും വേരിയബിൾ റേഷ്യോയും നമ്മൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടും. ഓക്കെ, ഉദാഹരണം സഹിതം നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സജഷൻസും സംശയങ്ങളും ഒക്കെ എല്ലാം വോട്ടെവർ നിങ്ങൾക്ക് ഇനി അറിയാനുള്ള ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യാൻ വേണ്ടി കരുതുക. കാരണം കമന്റ് ചെയ്താലേ ഇങ്ങനെയുള്ള വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കമന്റിലൂടെ അത് അറിയിച്ചാൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഓക്കെ സജഷൻസ് ആയിട്ട് നമ്മൾ പറയണം. സജഷൻ ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമ്മളത് പരിഗണിക്കും. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്കും മറ്റു പേരൻസിലേക്കും അല്ലെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ആളുകളിലേക്ക് നിങ്ങൾ അത് എത്തിക്കുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. ടേക്ക് കെയർ. താങ്ക് യു.